ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഈ ഫോണിൽ വീഡിയോ എടുക്കുന്ന കാരണം ഞാനതൊരു നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവർ പെറ്റ് നെയിം ബൊമ്മി. ഞങ്ങൾ ബൊമ്മി എന്ന് വിളിക്കാറുണ്ട്, ബൊമ്മൂസപ്പ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ആ പേര് വെച്ചിട്ട് തന്നെ പല രീതിക്കും വിളിക്കാറുണ്ട്. എങ്ങനെ പറഞ്ഞാലും ഒക്കെ ഒരേ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അടുത്ത് മലപ്പുറത്ത് എവിടെ? മലപ്പുറത്ത് മലപ്പുറത്ത് ചെമ്മാട്, തിരുവരങ്ങാടി ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും. മുടി അടങ്ങിയിരിക്കുന്നില്ല. ആർക്കാരുടെ ഭാഗത്തായിട്ട് വരും. എന്താ പഠിക്കുന്നത്? ഞാൻ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്താ പഠിക്കുന്നത്, ഏത് കോഴ്സാണ്, എവിടെയാണ്, ഇതിനൊക്കെ കൂടെയുള്ള ക്വസ്റ്റ്യൻ എല്ലാത്തിനും കൂടി ഒപ്പം പറയാം. ഞാൻ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. ഡിപ്ലോമയിൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നത് SSM പോളിടെക്നിക് തിരൂർ ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ തിരൂർ എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. തിരൂർ എൻ്റെ പ്ലേസ് അല്ല, ഞാൻ പഠിക്കുന്നത് അവിടെയാണ്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ കോളേജിലോട്ടുള്ളത് ചെയ്തപ്പോൾ എൻ്റെ താഴെ ഒരുപാട് പേര് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് പറയുന്നതായിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ. അതിൽ നോക്കി. പിന്നെന്താ, പിന്നെ അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഫേവ് കളർ, ഫേവ് മൂവി, ഇതൊക്കെയാണ്. അങ്ങനെ അതൊന്നും പ്രത്യേകിച്ച് ഒരു ഇതില്ല എനിക്കിപ്പം. ഫേവ് കളർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അധികം ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ യൂസ് ചെയ്യാറ്. അതായത് എന്താ പറയാ, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ, അതേമാതിരി തന്നെ ബ്ലാക്ക്, പർപ്പിൾ, ഇതൊക്കെ ഡാർക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ മിക്ക ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ വളരെയധികം കുറവാണ്. എനിക്ക് തോന്നുന്നു വൈറ്റ് ഒക്കെ ഞാൻ ഈ ഇടയായിട്ടാണ് ഒന്ന് രണ്ടര വാങ്ങിച്ചിട്ടുള്ളത് തന്നെ. അതന്നെ വല്ലപ്പോഴും ഇടാറുമില്ല. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ഡാർക്ക് കളറിനോട്. ഞാനൊരു വെറൈറ്റിക്കാണ് വൈറ്റ് ട്രൈ ചെയ്തത്, പക്ഷെ എനിക്ക് എന്താ അത്രയ്ക്ക് പിടിച്ചില്ല. അപ്പം ഞാൻ ഡാർക്ക് കളറാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പം ഇന്ന ഏത് ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന കളറിന് പറയാനില്ല. എനിക്ക് ഓരോ ടൈം ഓരോ മൈൻഡ്. അപ്പോൾ അങ്ങനെ. പിന്നെ യുവർ ഫേവ് സോങ് ആൻഡ് പിക്ക്. ഫേവ് സോങ് അല്ല, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും പ്രത്യേകിച്ച് എനിക്ക് മറുപടി ഇല്ല. അപ്പം ഇങ്ങനെ ഫേവ് സോങ് ആണ് ഒരു സോങ് ഒന്നല്ല, എനിക്ക് ഒരുപാട് സോങ് ഉണ്ട്. ഞാൻ എഴുതിയ ഫുൾ ഇപ്പോൾ എപ്പോഴും ഒരു ഫ്രീ ടൈം അല്ല, ഇപ്പോൾ കിടക്കുന്ന ടൈമിൽ പാട്ട് കേൾക്കും, യാത്ര ചെയ്യുന്ന ടൈമിൽ പാട്ട് കേൾക്കും. അപ്പോൾ ഞാൻ ഒരുപാട് പാട്ട് കേൾക്കാം. ഇന്ന പാട്ടൊന്നുമില്ല, കുറേ പാട്ട് കേൾക്കും. അങ്ങനെ മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്. ഒക്കെ ഞായിരുന്നു കേൾക്കും. എനിക്ക് അങ്ങനെ ഇന്ന ഭാഷ എന്നൊന്നുമില്ല, എല്ലാം ഞായിരുന്നു കേൾക്കും. അർത്ഥം മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും കേൾക്കാൻ കൊള്ളാം ആ ഒരു മൈൻഡിൽ. ഏത് റീലാണ് ഫസ്റ്റ് റീച്ച് ആയത്? ആദ്യമൊക്കെ ഞാൻ റീലില് ഇങ്ങനെ ഡയലോഗുകൾ ഉണ്ടല്ലോ, ആദ്യം കുറച്ച് ഡയലോഗ് പിന്നെ പാട്ട്, ആ പാട്ടിൽ നമ്മൾ കുറച്ച് അങ്ങനെ ചിരിച്ചൊക്കെ കണക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ റീലാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വലിയ റീച്ച് ഒന്നും അതിലൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല, മീഡിയം ലെവൽ. പിന്നെ ഒരു സ്ലോമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മറുതാനി ആ സോങ്ങിനെ ഒരു സെറ്റ് സാരി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ലോമോ മാതിരി ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് നല്ല റീച്ച് ആയ ഒരു വീഡിയോ. നല്ല അത്യാവശ്യം നല്ല റീച്ച്. അതിന് കുറെ എന്താ പറയാ, ആ വീഡിയോ വെച്ചിട്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനല്ല, എനിക്കിത് കുറെ ടാഗൊക്കെ വരുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് 2 മില്യണൊക്കെ വലുതായിരുന്നു ആ ടൈമിൽ. അടങ്ങാൻ ഇപ്പോഴും തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എനിക്ക് നല്ല റീച്ച് കയറിയത്. ആ റീച്ച് കയറിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ നന്നായിട്ട്
ആ ടൈമിൽ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അടുപ്പിച്ച് അത്യാവശ്യം നല്ല റീച്ച് പോയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് അക്കൗണ്ടിൽ കുറച്ച് ആക്റ്റീവ് ആവൽ കുറയും. എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അതായത് ഒന്ന് റീച്ച് ആയി തോന്നി കഴിഞ്ഞാൽ അപ്പം ആക്റ്റീവ് കുറയും. ബെസ്റ്റ് ഫ്രണ്ട് നെയിം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹ. ആള് എനിക്ക് 5ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ടാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് പുതിയ സ്കൂളിലോട്ട് മാറി. ആ സ്കൂളിലോട്ട് മാറിയപ്പോൾ അവിടുന്ന് കിട്ടിയ ഫ്രണ്ടാണ്. ഇപ്പം ഒപ്പമല്ല, ഞങ്ങൾ +2 വരെ ഒരുമിച്ച് തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, 5, 6, 7 ഒരു സ്കൂള്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് 8ലോട്ട് വേറെ സ്കൂൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആള്. അപ്പോൾ അങ്ങനെ അവിടുന്ന് വീണ്ടും പിന്നെ 8, 9, 10 കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്കൂൾ +1 നോക്കിയപ്പോൾ അവിടെ എത്തിയപ്പോഴും ഞാൻ ക്ലാസ് കയറിച്ചാൽ മകൾ ഫ്രണ്ട് ബെഞ്ചിൽ ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഐ മീൻ ഞങ്ങൾ ഒരേ സ്കൂളിലാണെന്ന് അറിയാം, ഒരേ കോഴ്സുമാണ് ഞങ്ങൾ +1 എടുത്തപ്പോൾ. ഓക്കെ, ഞാൻ ഇപ്പോൾ +1 കയറുമ്പോൾ ഒരേ കോളേജിലാണ്, അല്ല ഒരേ സ്കൂളിലാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരേ ക്ലാസ്സിലാവുമെന്ന് വിചാരിച്ചില്ല. കയറി ചെന്നപ്പോഴും ഒരേ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ +2 വരെ ഞങ്ങൾ ഒപ്പം പഠിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വേറെ പക്ഷേ കോണ്ടാക്ട് ഒന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ലെവലിൽ എനിക്കിപ്പോഴും ആൾ തന്നെയാണ്. റീൽ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു സംഭവം അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തോ മൈൻഡിൽ തോന്നി ഞാൻ അങ്ങനെ ചെയ്യും, അത്രേ. എഡിറ്റിംഗ് ആപ്പ് എനിക്ക് കുറേ മെസ്സേജും വരാറുണ്ട്. എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ 2 ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യാറ്. അതായത് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ CapCut ചെയ്യും. ഞാൻ അങ്ങനെ വലിയ എഡിറ്റിംഗ് ഒന്നും കൊടുക്കാറില്ല. ജസ്റ്റ് കട്ട് ചെയ്യുക, ഒന്ന് സ്ലോ ആക്കുക, അത്രയും ഞാൻ ആ കാര്യമായിട്ട് ചെയ്യാറുള്ളൂ. ഇൻസ്റ്റയിൽ റീലൊക്കെ ആയാൽ പോലും. അപ്പോൾ അതിന് CapCut ആണ് യൂസ് ചെയ്യാറ്. പിന്നെ അതിന് ശേഷം ഞാൻ ക്ലാരിറ്റി കൂട്ടാറുണ്ട്. ഇപ്പോൾ ക്ലാരിറ്റി കൂട്ടി വീഡിയോ ചെയ്ത് ശീലമായതുകൊണ്ടാണ് അറിയാതെ എത്ര ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും കൂടി ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ആപ്പിൽ ഇടും. അപ്പോൾ ആ ആപ്പിൻ്റെ പേര് വിങ്ക്. അങ്ങനെ ഈ 2 ആപ്പിൽ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യാറുണ്ടെന്നല്ല ചെയ്യുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് സ്കിൻ കെയർ, ഹെയർ കെയർ എന്ന് ചോദിച്ചിട്ട് എനിക്ക് 1, 2, 3 യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഓരോ കമന്റ്സിൽ ഓരോന്നും കാണാം. എന്നിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയറോ ഹെയർ കെയറോ ചെയ്യാറില്ല. ഹെയർ കെയർ ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നിൻ്റെ മുടിയുടെ കുറേ കൊലായിരിക്കത്തില്ല, ഒറ്റ കോലം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. ആകെ ചെയ്യാറ് ഞാൻ സൺസ്ക്രീൻ, വേറെ ഒന്നും ചെയ്യില്ല. അതും ഈയിടെയായിട്ട് തുടങ്ങിയതാണ്. കാരണം ഞാൻ എന്താ പറയാ, സൺസ്ക്രീൻ ഒന്നും ഇടാണ്ട് പുറത്ത് പോകുന്നത് എനിക്ക് പെട്ടെന്ന് ടാൻ അടിക്കും. എനിക്ക് പെട്ടെന്ന് ടാൻ വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കോലയല്ല. ഞാൻ ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കോളേജിൽ പോകുന്നതായിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുന്നതായിക്കോട്ടെ, എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കോലമല്ല ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ടാൻ അടിച്ചിട്ട് എൻ്റെ കോലം അപ്പാടെ മാറിയിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പറയണ്ട, എനിക്ക് അങ്ങനെ എൻ്റെ കോലയെ പോലെ. അപ്പം അത് കണ്ട് എനിക്ക് പിന്നെ എന്താ ഓക്കെ, സൺസ്ക്രീൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതായത് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ടാനിൻ്റെ അത് കുറയാണെങ്കിൽ കുറഞ്ഞോട്ടെ എന്നുള്ള മട്ടിൽ ഞാൻ സൺസ്ക്രീൻ മാത്രം കാര്യമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ എന്ന് പറയാൻ മാത്രം ഞാനൊരു തേങ്ങയും ചെയ്യാറില്ല. ഇനി മുതൽ ട്രൈ ചെയ്യണം. കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഓരോന്നും സെർച്ച് ചെയ്ത് കണ്ടെത്തി ചെയ്യണം. എങ്ങനെയുണ്ട് പോളി വൈബ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. യൂട്യൂബ് തുടങ്ങാനുള്ള യൂട്യൂബ് തുടങ്ങാൻ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. എല്ലാ ആപ്പിലും കയറി ഒന്ന് ഐ മീൻ ഇപ്പം എന്താ പറയുക, യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എല്ലാവരും ചെയ്യുന്നു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ റീസൺസ് ഒന്നുമില്ല. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ 5 പേരും പിന്നെ എൻ്റെ ബൊമ്മൂസപ്പും. ഞങ്ങൾ അങ്ങനെ 6 പേരുണ്ട്.
ആരൊക്കെയെന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ, ഞാൻ. ആറാമത്തെ ഭൂമി. സിബ്ലിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വന്നത്. ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്. നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോ ഇടാൻ പറ്റുമോ? പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പം കുറേ പേരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, ഇങ്ങനെ നൈറ്റ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് റൊട്ടീനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരിങ്ങനെ ചെയ്തിടാറുണ്ടല്ലോ. അപ്പോൾ അതാണ് വിചാരിക്കുന്നു, ഞാനെന്ത് തന്നെ ഞാനൊന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഇതൊന്ന് ബെറ്റർ ആക്കി എടുക്കണം എന്നുണ്ട്. അപ്പം ഞാനെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഇത്രയൊക്കെയാണ് എൻ്റെ ഇതിലുണ്ടായിരുന്നുള്ളത്. ഇതല്ല, ഇതിൽ കൂടുതൽ തന്നെ അതായത് ചോദിച്ചതിന് ഒരുപാടുണ്ടായിരുന്നു. ഏജ് എത്ര, വീട് എവിടെ, പ്ലേസ് എവിടെ, എന്താ പഠിക്കുന്നത്, സിംഗിൾ ഓർ കമ്മിറ്റഡ്, ഇങ്ങനത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആൻസർ പറയാൻ ഉള്ളതൊക്കെ എടുത്തിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.